വെൽക്കം ബാക്ക്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ ഞങ്ങൾ മസനക്കുടി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അങ്ങനെ മസനക്കുടി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന മാതിരി ഞങ്ങൾ ഇന്ന് പോണു ഊട്ടിയിലോട്ടല്ല, വേറെ വഴിക്ക്. അപ്പോൾ അത് സസ്പെൻസ് ആയിട്ടാണ് നിന്നോട്ടെ. അപ്പോൾ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ആൾ ഓപ്ഷനും നിൽക്കണേ. പ്രത്യേകിച്ച് അത് മറക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് രണ്ടുപേരും എന്നെ തോന്നുന്നുണ്ട് വ്ളോഗിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരൊക്കെയാണ്? അപ്പം നല്ല മഴയാണ്, നല്ല മഴ വെച്ചപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളെടുക്കാം മസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ചക്കര അപ്പൊ വയനാട്ടിലേക്ക് ഒരു യാത്ര. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഗൂഡല്ലൂർക്കാണ്. സസ്പെൻസ് വേണ്ട, നമുക്ക് പൊളിക്കാം. ഗൂഡല്ലൂർക്കാണ്. അപ്പൊ എന്താണ് അവിടെ, എങ്ങനെയാണ്, എന്താന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതൊരു പാർട്ടായിട്ട് ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോ അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ നമുക്ക് പോകണം. അതിലൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും വീഡിയോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഓക്കെ, സെറ്റ് പറ. അപ്പൊ നമ്മളെവിടെ എത്തി? നിലമ്പൂരില്ലേ? അല്ലേ ഗായ്സ്, ഞങ്ങൾ നിലമ്പൂരെത്തി. കുറച്ച് ബേക്കറികളൊക്കെ വാങ്ങാണ്ട്. അപ്പൊ അതാ ഒക്കെ ഒരാൾ ഇവിടെ സൈഡായി, ലിപിയുടെ സൈഡായി. പിന്നെ കുറച്ച് ബേക്കറികളൊക്കെ വാങ്ങണ്ടേ. നമുക്ക് കാറായി കഴിഞ്ഞാൽ ഒക്കെ സൈഡാണ്. പുറത്തേക്കൊന്നും ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ആറ്റും പൈസയില്ലാത്തതുകൊണ്ട് ഒക്കെ ഞാൻ സൈഡായി. ഏതായാലും കുറച്ച് ബേക്കറികളൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്, സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ വേണ്ടേ സത്യത്തിന് മാറിയോ? ഇവർക്കെന്താ പ്രശ്നം വെച്ചാൽ കാറിൽ കയറില്ല. ഏസിട്ടാൽ നമ്മൾ കാറിൽ കയറി ഏസിട്ടാൽ കത്തിക്കാൻ വരുന്നത്, ഛർദ്ദിക്കാൻ ഇല്ലേ? ഛർദ്ദിക്കാൻ ഇത് പറഞ്ഞപ്പോൾ ഞാനറിയാതില്ല, ഛർദ്ദിക്കാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏസിട്ടിട്ടൊന്നുമില്ല, ചില്ല് താത്തിക്കാണ്ട് പറഞ്ഞതിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ മാറിയിരുന്നു. അപ്പോൾ ഏതായാലും കുട്ടാപ്പി ഇവിടെ ഉണ്ട്, ഉറങ്ങിയേനി. ഞാൻ വണ്ടി നിർത്തി അപ്പം നീച്ചു പോരാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ബേക്കറി അങ്ങ് പോവാ, അതിന് കാത്തിക്കാം. ഞാൻ ഇവിടെ തന്നെ ഇറങ്ങിയ ആളും പോരും. ഏതായാലും വാങ്ങട്ടെ അല്ലേ. അപ്പം ഗായ്സ് വച്ചുണ്ടാക്കണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഇവിടെ ഹോട്ടൽ ഗാലക്സി വൈക്കടയിലെത്തില്ലോ. ഹോട്ടൽ ഗാലക്സിയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാനെന്താണ് ഭക്ഷണം വന്നിട്ട് ചെറുക്കല്ലേ അത് വേണോ? ഉണ്ടല്ലോ ഗൈസ്, എൻ്റെ ചോറ് വന്നിട്ടോ. സാധാ ചോറ് കൂട്ടാനും ഞങ്ങൾ കൊണ്ടാക്കും. ഇവിടെ എന്താത്തിന് പപ്പടത്തിനാണ് പപ്പടം കൊടുക്ക്. നമുക്ക് മാമ ഈ മാമ വേണ്ടി വിജയ മാമ വേണ്ടി പപ്പടം. അങ്ങനെ ഞാൻ തുടങ്ങുന്നു, ഇവർ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് എത്തി. കുട്ടികൾക്കൊക്കെ സാധാ ചോറതി അല്ലേ. ഇത് കൂട്ടിയിട്ടൊരു പിടുത്തം പിടിച്ചിട്ട് വരാം ഗായ്സ്. ഗായ്സ് അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ച് അല്ലേ, ബിരിയാണിയൊക്കെ തിന്നില്ലേ. നമ്മള് ചുരം കയറാട്ടോ, ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം മഴയൊന്നുമില്ല ഇപ്പൊ, നല്ല ഒരു കാലാവസ്ഥ, നല്ല കാലാവസ്ഥയാണ്. അതൊന്ന് ഫ്രണ്ടിൽ കാണിച്ചെടുത്താ. നല്ല കാലാവസ്ഥയാണ്, നല്ല രസമുണ്ട് കാണാൻ. കാരണം മഴയൊക്കെ നഞ്ഞിങ്ങനെ മഴത്തുള്ളികളൊക്കെ മരത്തുമെന്നൊക്കെ വീണ് അങ്ങനെ കാണാനൊക്കെ നല്ലൊരു ഭംഗി. ഇന്ന് അടിയേക്ക് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ അടിയേക്ക് ഇപ്പൊ ഇവിടെ കുറച്ച് കാടായി. അടിയേക്ക് ഇങ്ങനെ എത്തുന്ന സ്ഥലത്ത് നമ്മൾ കാണിച്ചു തരാം. ഇനി കുറച്ച് പോയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ്. കുട്ടിമണിയൊക്കെ ബാക്കില് കാഴ്ചകൾ കാണാണ്. അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടോ, ആന ഇറങ്ങുന്ന സ്ഥലം, അതേപോലെ പിന്നെ മൊച്ചുള്ള സ്ഥലം. അപ്പൊ യാത്രക്കാര് സൂക്ഷിക്കാന്, വണ്ടി നിർത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് കുറെ ആൾക്കാർക്ക് അറിയണാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാണെന്നുള്ളൂ. അപ്പൊ ഏതായാലും നമ്മള് യാത്ര തുടർന്ന് പോയാണ് അല്ലേ. അപ്പൊ നമ്മള് കുറച്ച് അവിടെ എത്തി നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ടായി. അപ്പൊ നമ്മള് അങ്ങനെ പോകുന്നു, ബാക്കിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, നിർത്താൻ പറ്റില്ല. അപ്പൊ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, കോടൊക്കെ ഇങ്ങനെ പോണ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. ആരെവിടെ ക്യാമറ എടുക്കണേ? അപ്പൊ നമ്മള് നല്ല പോയിന്റുകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഗൈസ്
നാട് കാണിച്ചാലും നല്ല വൃത്തിയാക്കി കൊണ്ടിരിക്കട്ടോ. കുറെ ആൾക്കാർ അവിടെ വൃത്തിയാക്കുന്നുണ്ട്, കാട് വെട്ടുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്. ആ മുന്നൊക്കെ കാഞ്ചത്തെ സൈഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുന്നേ ഉണ്ട് ആ സൈഡൊക്കെ ഉണ്ടോ ഓരോരോ അങ്ങനെ അവിടെയൊക്കെ കാടൊക്കെ വെട്ടുണ്ട്, അവിടുത്തെ വേസ്റ്റ് ഒക്കെ വാരിയിട്ടുണ്ടോ. മറ്റേത് അവിടെയൊക്കെ ഇങ്ങനെ ആകെ ചമ്മലെന്നൊക്കെ കൂടിക്കാണ്ട് ആകെ ഇതായി കിടക്കലേനു. അപ്പൊ റോഡൊക്കെ നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്, ഇതെല്ലാം അടിപൊളിയാക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മള് ചുരത്തുമ്പൊരു മക്കാമുണ്ട്. അപ്പൊ നമ്മള് പോകുമ്പോഴൊക്കെ ഇവിടെ കയറണം കേട്ടോ. മക്കാം കാണിച്ചു തരാം. ഇല്ല കേട്ടോ, നമ്മൾ ഈ മക്കാമിൽ എപ്പോഴും മുഹമ്മദ് സോലി അള്ളാഹിന്റെ മക്കാം ശരീഫ് ഇവിടെ നമ്മൾ കയറാതെ നമ്മൾ പോകലില്ല. അപ്പോൾ വാപ്പി വന്നപ്പോൾ വാപ്പ പറഞ്ഞു ചെയ്തു, അവിടെ നിന്ന് കയറി പാക്കെന്തോ പൈസ ഇടണം കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഏതായാലും കയറിയിട്ട് വരാം. അങ്ങനെ ഞങ്ങള് മക്കാമില് ഇറങ്ങി. അപ്പൊ ഇതിന് കൊറേ ആൾക്കാർക്ക് കുരുവട്ടം ഉണ്ടാവും നമ്മള് മക്കാമിലൊക്കെ പോകുമ്പോഴേ. അപ്പൊ അത് നിങ്ങൾ പൊട്ടിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമ്മള് പറയാത്ത ഓരോരുത്തരുടെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കില്ല, നമ്മള് വിശ്വാസം പലർക്കും പല വിശ്വാസങ്ങളാണല്ലോ. അപ്പൊ നമ്മള് എങ്ങനായാലും ഇതില് പോകുമ്പോ പോണെന്നൊക്കെ നമ്മളിതില് കയറലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇനി നമ്മളവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത് നമ്മള് വീണ്ടും യാത്ര തുടരാണ്. അപ്പൊ പോണത് എടുക്കാന്നൊക്കെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഏകദേശം കൂടല്ലൂര് നാട് കാണി കഴിയാനായി, കൂടല്ലൂർക്ക് എത്തും. അപ്പൊ അതിന്റെ ഇടയിലുള്ള വൈബൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചതൊക്കെ. അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ ഞങ്ങള് എവിടെ എത്തിന്നോ, കൂടല്ലൂര് പാടന്തറ. ഇവിടക്ക് എന്താ പറയാ, ചുള്ളിക്കോട്. അപ്പൊ ചുള്ളിക്കോട് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ അപ്പൊ ഇവിടെ പിന്നെ നമ്മളെ അല്ലേ പെങ്ങളെ കുട്ടിനെ കല്യാണം കഴിച്ച് ഇവിടുക്കാട്ടോ. ഗൂഡല്ലൂരാണ് ഓലെ പേര, അങ്ങോട്ട് കല്യാണം കഴിച്ചിരുന്നത്. അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ടാണ് നമ്മളോട് വരുന്നത്. ഓളോട് പറഞ്ഞിട്ടില്ല, പെങ്ങളോട് പറയണേ, പെങ്ങളോട് ഇവിടെ വിളിച്ച് പറയരുതെന്ന് പറഞ്ഞേ. അപ്പൊ ഏതായാലും നമുക്ക് പോയേക്കാം, എന്താ അവിടുത്തെ ഒരു എന്തൊക്കെ നോക്കാം പോലെ. ഗൈസ് ഇവിടെ ഓള് പ്രസവിച്ചെടുക്കല്ലോ, 90 കഴിഞ്ഞല്ലോ അല്ലേ, 90 കഴിഞ്ഞിന്. അപ്പൊ ചെറിയൊരു കുട്ടി ഉണ്ട്, അപ്പൊ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ വാ തല മാറ്റി നമ്മളടുത്ത് നമ്മൾ പോയി വെക്കാം. അപ്പൊ ഇതാട്ടോ വീടേ അല്ലേ. പൂച്ച, ഇതാ പൂച്ചനാണ് നല്ല രസല്ലേ. നായിന്റെ ഒരു ബോബുണ്ട്, ഇതാ കണ്ടോ. അതാണ് വീട്. സംഗതി അറിഞ്ഞിട്ടില്ല. ബെല്ലടിച്ച് നോക്കണം, കൂടെ കാണാൻ കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മുത്തവിടെ അങ്ങനെ നമ്മളെ ഏകദേശം ഞങ്ങളെ വീട്ടിലെത്താനായിട്ടോ. എല്ലമല ആറാട്ടുപാറ പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ വൈക്കം നിർത്തിയാണ്. കുട്ടികളെ മൂത്രയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോളേ അവിടെ ഇങ്ങനെ നിർത്തി. അവൻ ഇവിടുന്ന് നമ്മൾ നിർത്തിയ സ്ഥലത്തിതാ ഒരു അമ്പലമുണ്ട്. ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണാം കേട്ടോ. അതേപോലെ ഇവിടുന്ന് വേറെ കാണാൻ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ അത് നിങ്ങൾ വെള്ളച്ചാട്ടം അടിപൊളിയാണ്. അത് ഞാൻ വേറെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഏകദേശം കുറച്ചുള്ളൂ. കുട്ടികളൊന്ന് എൻജോയ്മെൻറ്റ് ഇതന്നെ. ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും നിർത്തും. മഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ മഴ നിന്നിന് കേട്ടോ. അപ്പോൾ ഒരു ഉഷാറായിട്ട് ഇങ്ങനെ പോരാ. ഇജ് പോണ്ട ആന ഇവിടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളൂ, ഇവിടെ ആനശല്യം കൂടുതലാട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ആനശല്യം കൂടുതലായിരുന്നാണ് പറഞ്ഞിട്ട്.
രാത്രി ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാത്രിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് കരുതിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുന്നെങ്കിൽ നല്ല വീഡിയോസൊക്കെ ഞാൻ ഇനി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ അപ്പോൾ വേറൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ പെങ്ങളെ കുട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് സർപ്രൈസ് പോലെ അങ്ങനെ കണ്ട് അങ്ങനെ സർപ്രൈസ് അന്ന് ചായ അടിച്ചാണ് നേരെ പോകുന്നത്. അപ്പോൾ കുറേ നിൽക്കാനൊക്കെ നിർബന്ധിച്ചു. നമുക്ക് ടൈമില്ല. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുക, ഇനി അവിടെ നിന്നാൽ ഇവിടെയും നിന്ന് പിന്നെ 2 ദിവസം ആവുമ്പോൾ പോരാൻ നമുക്ക് വേറെ ടൈമില്ല. അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നേരെ പോന്നു. അപ്പോൾ ഉത്സാഹം പറഞ്ഞാൽ പിന്നെ കുറേ മൂലമൊക്കെ പറഞ്ഞ് പക്ഷേ അല്ല അവരിഞ്ഞ് ഇത് കാണും, ഇനി അടുത്തതിന് സെറ്റാക്കാം. അതെന്താ വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളങ്ങനെ വരാതൊക്കെ പോയി. എന്നിട്ട് ഞാൻ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും അപ്പോൾ ഈ വ്ളോഗ് ഇതിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത നല്ല വ്ളോഗ് വരും, ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വ്ളോഗ് വരും. അപ്പോൾ അടുത്ത വ്ളോഗ് വരുമ്പോൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ബൈ ടാറ്റാ.